കഴിഞ്ഞ ദിവസം രാജേഷ് ഏട്ടനാണ് പറഞ്ഞത് തൃത്തല്ലൊരു ഭാഗത്ത് ഒരു ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ ടോയ്സും പുസ്തകങ്ങളൊക്കെ കിട്ടുന്നു. ന്യൂ ഇറ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കന്നെ. നമ്മളെന്തോ വാങ്ങാവുന്നതാ ഉപ്പാ? ബാഗ് വാങ്ങാനാ? ബാഗ് കണ്ടപ്പോൾ ആൾക്കൊന്ന് ബോൾ വാങ്ങണ്ടേ? ബോൾ വേണോ ബാഗ് വേണോ? 1 കിലോ നോട്ട് ബുക്കിന് 140 രൂപ മാത്രമുള്ളൂ കേട്ടോ. 2 കിലോ മിനിമം വാങ്ങണം. 2 കിലോ വാങ്ങുമ്പോൾ 280 രൂപ. നോട്ട് ബുക്ക് കൂടാതെ ബാഗ്, വാട്ടർ ബോട്ടിൽ, പേന, പെൻസില്, ലഞ്ച് ബോക്സ്, കൊടകൾ, അങ്ങനെ സ്കൂളിൽ പോവാൻ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസിനും നല്ല രീതിക്ക് ഡിസ്കൗണ്ട് പ്രൈസ് ഇവർ ഇട്ടിട്ടുണ്ട്. നീ അത് കണ്ടില്ല ബോള്? ഉപ്പോ നോക്കിയുടെ ബാഗല്ലേ, മോൻ്റെ ബാഗല്ലത്? എവിടെ ബാഗ്? എവിടെ ഈ ബാഗ് വേണോ? അത് മാത്രം മതിയാ? വേറെ ഒന്നും? ബോൾ വേണല്ലേ ബ്രോ? ഈ ബാഗ് എത്രയാ? 150. പിന്നെ 20% ഡിസ്കൗണ്ട് തരും. ഈ അടുത്തൊരു കടയിൽ ഇങ്ങനത്തെ ഒരു ബാഗിന് വില ചോദിച്ചപ്പോൾ 200 കൂടുതലാണ് അവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എവിടേക്കണ്ട പോണേ ഉപ്പ? കാറെവിടെ? ഏതാ ബക്ക്? കണ്ണടേ? വാട്ടർ ബോട്ടിലൊക്കെ എത്രയാ? ഇതെത്രയാ? 90 ശരി, നല്ല വില കുറവാട്ടോ. സ്റ്റീലായാലും 160. അതും കുറവാണ്. 160 കുറവാ. വേറെ ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ കൂടുതലുണ്ടാവും. മോന് വെള്ളം കുടിക്കാൻ ഇഷ്ടമായാ? നോക്കണ ആള് 90 രൂപ ഉള്ളൂ. ഒരു ഫോർക്കുണ്ടാവും, ഒരു ചെറിയ കുട്ടികൾക്ക് പറ്റിയല്ലേ? കൊള്ളാം. ഇതെത്ര വരുന്ന പറഞ്ഞേ? ഇതിന് 140. 140 എന്ന് പറഞ്ഞത് അതിൻ്റെ MRP ആണ് കേട്ടോ. അതിൽ നിന്നും 20% ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട്. ഇത് എത്ര കൂടെ വരണ? ഇതിന് 250 ആണ്. ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു 190 വരും. 190 അല്ലേ? നല്ല ക്വാളിറ്റി കൂടെയാണ്. ഓ, കുടക്കൊക്കെ 180 ഉള്ളൂ കേട്ടോ. 190, 180 ഉള്ളൂ. ഇത് ഗണപതി, ഇത് ശിവൻ, ഇത് ദേവി, ഇതാ ഇത് ബുദ്ധൻ. അതൊക്കെ ബുദ്ധൻ തന്നെ. ബുദ്ധൻ എന്ന് പറ. ബുദ്ധൻ. സ്കൂൾ ബാഗുകൾക്കും നല്ല വിലക്കുറവും നല്ല കളക്ഷനും ഉണ്ട്. രാജേഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ചേട്ടാ. കുറച്ച് നാളായി ദീപു പഴയ ബാഗൊന്നും മാറ്റിയിട്ട് പുതിയൊരു ബാഗ് വാങ്ങണമെന്ന് പറയണം. എന്തായാലും ഇവിടെ നിന്നൊരു ബാഗ് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ബാഗിന് എത്രയാ? ഇതിന് 700. ഇത് 700 ലാസ്റ്റ് പ്രൈസ് അല്ലേ? ലാസ്റ്റ് പ്രൈസ് ആണ്. ഡിസ്കൗണ്ട് ഉണ്ടാവില്ല? ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ. ഇതിന് എത്ര തന്നെ? എസറിൻ്റെ ബാഗിന് എത്ര തന്നെ? ലാപ്ടോപ്പ് ബാഗ് 410. അത്ര ഈ കട നമ്മളുള്ള അറിഞ്ഞില്ലല്ലോ. 250 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടുന്നുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒന്ന് തൂക്കി നോക്കി. ഏകദേശം 10 നോട്ട് ബുക്കാണ് അതിൽ വരുന്നത്. ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ 70 രൂപ MRP ഉള്ള ബുക്ക് ഏകദേശം 28 രൂപയ്ക്ക് നമുക്ക് കിട്ടും. കോട വേണ? വേണ? വീട്ടിൽ പോയിട്ട് നിർത്തിയ പോരാ? നിർത്തി. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല കൂടല്ലേ? പീപ്പിൻ്റെ ഊതിയ ശരി. കൊള്ളാം. നീ അന്ന് കണ്ട പോലത്തെ ബാഗല്ലേ അല്ലേ? 350 രൂപ ഉള്ളോ? ലാഭല്ലേ? ഇത് മേടിക്കല്ലേ? വീട്ടിൽ പോയിട്ട് കളിക്കട പൂപ്പ.
ഇപ്പൊ കളിക്കണ ഇവിടെ കൊള്ള നീ കളിക്ക ബക്കിൽ പോവാ നാളെ പോവാല്ലേ കളിക്കാൻ വന്നതാ മോൻ നിനക്ക് അക്കിട്ടം വേണ്ടേ വേണ്ടേ കോലേസ് എന്നാ വാ പോവാ ഇതിലിട്ടോ വീട്ടിൽ പോയിട്ട് കളിക്കാം നമുക്ക് ഇതിലിട്ടോട്ടാ. അങ്ങനെ ഒരു വിധത്തിൽ പുപ്പൂനെ മെരുക്കി കുറച്ച് സാധനങ്ങളും ബാഗും ഒക്കെ വാങ്ങി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളുടെ വീട് ആങ്ങണ്ടിയൂർ വാടനപ്പള്ളി ഭാഗത്തൊക്കെ ആണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി നോക്കാവുന്ന പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഷോപ്പാണ് ന്യൂ ഇയർ. അങ്ങനെ നേരെ ഞങ്ങൾ വെർട്ടെക്സിൽ എത്തിയിട്ടാ. പുപ്പു ആണെങ്കിൽ ഐസ്ക്രീമിനായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാശ് നീക്കിട്ടെ അപ്പം നീക്കി തരാം ഓക്കെ. നീ കറക്റ്റ് അപ്പടം മോൻ തന്നെടാ. ഇവിടെ തലാട്ടലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, നീ പിടിച്ചിട്ടുണ്ട്. അപ്പക്ക് തരും ഒത്തിരി. സൂപ്പർ ദീപനില്ലേ? കുറച്ച് കൊടുക്ക്. എന്തോരാ കിട്ടാല്ലേ ഉപ്പ, അത് കഴിച്ചാൽ മതിട്ടാ. ഓ ദേ സാധനത്തിട്ടാ. അപ്പൊ പിടിക്കണ വീഴാണ്ടിരിക്കാനാ ട്ടാ. ഒരു സ്പൂൺ കൂടി വേണം, ഒരു സ്പൂൺ. അങ്ങനെ പുപ്പ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ ഞാനും പുപ്പയും. ഡെയിലി ഒരു തവണയെങ്കിലും ഞങ്ങൾ പുപ്പൂനായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട്. പുപ്പൂനായിട്ടുള്ള കറക്കം നല്ല രസമുള്ളൊരു കാര്യമാണ്. പുപ്പൂൻ്റെ കുസൃതിയും കുട്ടിക്കളികളും ഒക്കെ ആയിട്ട് വയറ് നിറയെ ഐസ്ക്രീമും ടോയ്സും ഒക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ പുപ്പു ഹാപ്പി ആയോണ്ടെന്ന് തോന്നണു. പെട്ടെന്ന് തന്നെ ഉണ്ണി ഉറങ്ങിപ്പോയി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ. നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാകണം. പൂവാവു മാറുവാൻ നാമം ജപിക്കണം നല്ലവനാകേ.